നടൻ അല്ലു അർജുനെ ചോദ്യം ചെയ്യലിനായി ഉടൻ ഹാജരാക്കും. പുഷ്പ 2 പ്രീമിയർ ഷോയ്ക്കിടെ യുവതി മരിച്ച കേസിലാണ് ചോദ്യം ചെയ്യൽ. അഭിഭാഷക സംഘത്തിനൊപ്പമാണ് നടൻ പോലീസിന് മുൻപാകെ ഹാജരാവുക. KB ശ്രീധരൻ വിവരങ്ങളുമായി ചേരുകയാണ്. ശ്രീധരൻ, അന്ന് കോടതിയിൽ നിന്ന് ചില പരാമർശങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു പൗരൻ എന്ന നിലയ്ക്കുള്ള സ്വാതന്ത്ര്യം താരമാണ് എങ്കിലും നിഷേധിക്കപ്പെടാൻ കഴിയില്ല എന്നുള്ളതൊക്കെ. പക്ഷേ പോലീസ് കർശനമായ നിലപാടാണ് അല്ലുവിനെതിരെ സ്വീകരിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഇപ്പോൾ വേറെയും കേസുകൾ വരികയാണല്ലോ. പോലീസിന്റെ ഒരു ആത്മവീര്യത്തെ ബാധിക്കും തരത്തിലുള്ള രംഗങ്ങൾ സിനിമയിൽ ഉൾപ്പെടുത്തി എന്നടക്കമുള്ള കാര്യങ്ങൾ. എപ്പോഴാണ് ചോദ്യം ചെയ്യൽ ആരംഭിക്കുക? മറ്റു വിവരങ്ങൾ എന്താണ്? മധു 11 മണിക്ക് ഹാജരാകുന്നതിന് വേണ്ടിയാണ് പോലീസ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. കേസ് രജിസ്റ്റർ ചെയ്ത ഹൈദരാബാദിലെ ചിക്കപ്പള്ളി സ്റ്റേഷനിലാണ് ACPയുടെ മുൻപാകെയാണ് അല്ലു അർജുൻ ഹാജരാവുക. ഏതായാലും അദ്ദേഹം അതിനുവേണ്ടി വീട്ടിൽ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞു. വലിയ സുരക്ഷയാണ് അദ്ദേഹത്തിന്റെ വീടിന് മുന്നിലും അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിലും ഒരുക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അല്ലു അർജുന്റെ വീടിന് നേരെ ഉണ്ടായ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് സുരക്ഷ വർദ്ധിപ്പിച്ചത്. ഏതായാലും ഇതൊരു സ്വാഭാവിക നടപടി മാത്രമാണ്. അതായത് ഈ അല്ലു അർജുന് ഇടക്കാല ജാമ്യം അനുവദിച്ചപ്പോൾ കോടതി തന്നെ പറഞ്ഞിരുന്നു അന്വേഷണവുമായി സഹകരിക്കണം, പോലീസ് എപ്പോൾ വിളിച്ചാലും ഹാജരാകണം തുടങ്ങിയ വ്യവസ്ഥകൾ വെച്ചിരുന്നു. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിച്ചിരിക്കുന്നത്. കേസിൽ 11ാം പ്രതിയാണ് അല്ലു അർജുൻ. അദ്ദേഹത്തിന് ഇടക്കാല ജാമ്യം 4 ആഴ്ചയ്ക്കാണ് കോടതി അനുവദിച്ചതും. നിലവിലേതായാലും ഇന്നത്തെ ഈ ഒരു ഹാജരാവലിനെ കൂടുതൽ ശ്രദ്ധേയമാക്കുന്ന അല്ലെങ്കിൽ അതിന് കൂടുതൽ സങ്കീർണത ഉണ്ടാക്കുന്നത് കഴിഞ്ഞ ദിവസം ഹൈദരാബാദ് പോലീസ് പുറത്തുവിട്ട ചില തെളിവുകളാണ്. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഹൈദരാബാദ് പോലീസ് പുറത്തുവിട്ടിരുന്നു. അല്ലു അർജുനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന തരത്തിലുള്ള പ്രതികരണമാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അതായത് ഈ സ്ത്രീ മരിച്ചത് അറിഞ്ഞിട്ടും അല്ലു അർജുൻ സിനിമ കാണുന്നത് തുടർന്നു എന്നായിരുന്നു ACPയുടെ പ്രതികരണം ഉണ്ടായത്. അതോടൊപ്പം തന്നെ ബന്ധപ്പെട്ട സംഭവത്തിൽ യുവതി മരിച്ച കേസിലാണ് ഇപ്പോൾ അല്ലു അർജുനെ പോലീസ് ചോദ്യം ചെയ്യലിന് വേണ്ടി അദ്ദേഹം ഉടൻ ഹാജരാകും.